ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിക്ക് ശരത്തിനെ വീട്ടിൽ തല്ലിയതൊന്നും പോരാതെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുമ്പിലും ഇട്ട് തല്ലുന്നുണ്ട്. ഇത് കണ്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി. നിങ്ങളുടെ പണം ആരെങ്കിലും മോഷ്ടിച്ചാൽ അവനെ വെറുതെ വിടുമോ? ഞാൻ കാണിച്ചു തരാടാ, നിന്നെ മാറി നിൽക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞ് ശരത്തിനെ പിടിച്ച് തള്ളി വീട്ടിൽ തിരിച്ചെത്തുന്നു. അന്നേരം ദേവു ശരത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ ആന്റണിയുടെ കൂടെ പോകാത്തത് കൊണ്ട് അയാളാണല്ലേ വീഡിയോ പുറത്തു വിട്ടത് എന്ന്. അല്ല ദേവു, ഈ വീഡിയോ പോയിരിക്കുന്നത് സച്ചിയേട്ടന്റെ ഫോണിൽ നിന്ന് തന്നെയാണ്. സച്ചിയേട്ടന് ഞാൻ ചെയ്തത് പണ്ടേ അറിയാമായിരുന്നു. സച്ചിയേട്ടന്റെ ഫോണിൽ ഈ വീഡിയോ ഉണ്ടായിരുന്നു എന്ന് ശരത്ത് പറയുമ്പോൾ, ഇതൊക്കെ അറിഞ്ഞിട്ടും എന്നോടൊന്നും പറയാതെ നടന്ന സച്ചിയേട്ടനെ നിനക്ക് വേണ്ടി ഞാൻ എത്ര കുറ്റപ്പെടുത്തി. എനിക്ക് ആ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിയും എണ്ണിപ്പെറുക്കി കരയുന്നുണ്ട്. പിന്നീട് സച്ചി രേവതിയെ തിരിച്ചു വിളിക്കാൻ പോരുമ്പോൾ ചന്ദ്രമതി പറയുന്നത്, നീ എങ്ങോട്ടാ? അവളെ കൂട്ടിക്കൊണ്ട് വരണ്ട. നീ ആ വീഡിയോ കണ്ടില്ലേ? അങ്ങനെ മോഷ്ടിക്കുന്നവരുടെ കുടുംബത്തിലൊന്നും അവളെ പോലുള്ളവരെ ഈ കുടുംബത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നീ കൂട്ടിക്കൊണ്ട് വരികയേ വേണ്ട എന്ന് പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേ അമ്മേ എന്ന് പറഞ്ഞ് കൈ ചൂണ്ടി നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോമായി വരുന്നതുവരെ കാത്തിരിക്കുക.